കേരളത്തിൽ SIR വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഡിസംബർ 20 മുതൽ എന്യൂമറേഷൻ ഫോം നൽകാം എന്നാണ് ഇപ്പോൾ പുതിയതായി വാർത്ത വന്നിരിക്കുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരവിന്ദ്, SIR വീണ്ടും എത്ര ദിവസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്? സുപ്രീം കോടതിയല്ലേ ഇത് നീട്ടാൻ അനുമതി നൽകിയിരിക്കുന്നത്? നൗഫൽ, 2 ദിവസം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കേരളത്തിൽ SIR നീട്ടിവച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ സമയത്ത് 2 ആഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. അതേസമയം ഈ വാദത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ സാഹചര്യം നീട്ടി നൽകാമെന്നതാണ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 20 ലക്ഷം ഫോമുകൾ ഇനിയും തിരിച്ചു ലഭിക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഇപ്പോൾ 2 ദിവസം കൂടി സുപ്രീം കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരാഴ്ചത്തെ സമയം കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ SIR നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയിരുന്നു. അതിനു പുറമെ 2 ദിവസം കൂടി ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഡിസംബർ 20-നായിരിക്കും എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി. ബാക്കി വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും പുറത്തുവിടുക. നൗഫൽ. അരവിന്ദ്, സുപ്രീം കോടതി നീട്ടിയെന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകമായി കേസ് ഹർജിയോ വല്ലതും പരിഗണിച്ചിരുന്നോ? SIRനെതിരായ കേരളത്തിന്റെ ഹർജികൾ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഹർജികളെല്ലാം ഇന്ന് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് 20 ലക്ഷം ഫോമുകൾ ഇനിയും വിതരണം ചെയ്യാനുണ്ടെന്നതാണ്. 97.4 ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്തുവെന്ന സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചൂണ്ടിക്കാണിച്ചിരുന്നു. 2 ആഴ്ച സമയം കൂടുതൽ വേണമെന്നതാണ് സുപ്രീം കോടതി കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ 2 ആഴ്ചത്തെ സമയം എന്നത് എതിർത്തിരുന്നു. ഇപ്പോൾ SIRന് വേണ്ടി ഹാജരായ അഭിഭാഷകർ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കോടതി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് 97.2% കംപ്ലീറ്റ് ആയി ഈ എന്യൂമറേഷൻ. ബാക്കിയുള്ള പ്രൊസീഡിങ്സ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് അതല്ല, 25 ലാക്സോളം ഇനിയുമുണ്ട് ആൾക്കാർ. അതിനുവേണ്ടി ഒരു 2 ആഴ്ച കൂടെ സമയം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കോടതി എന്നിട്ട് 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കേസ് 18-ാം തീയതി കേൾക്കാമെന്ന്. 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് എക്സ്പയർ ചെയ്യുന്നത്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് അന്ന് കേസ് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ മുൻകൂറായിട്ട് നീട്ടാൻ പറ്റില്ല എന്നും കൂടെ കമ്മീഷൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, കമ്മീഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി, ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയി. 97% കംപ്ലീറ്റ് ആയി. ബാക്കി ഒരു 3% മാത്രമാണ് ഇനിയുള്ളത്. അതിനുവേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെയല്ല പറഞ്ഞത്. അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇനിയും എന്യൂമറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആ കാര്യങ്ങൾ 18-ാം തീയതി കൺസിഡർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നീട്ടും. എന്താണ് ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ, അതോ 18-ാം തീയതി വീണ്ടും സമയം നീട്ടിച്ചേണ്ടി വരുമോ? അല്ല, അത് അന്നത്തെ സിറ്റുവേഷൻ നോക്കണമല്ലോ. എത്രമാത്രം ഉണ്ടെന്നുള്ള സ്റ്റാറ്റസ് നമ്മൾ എടുക്കും. അതനുസരിച്ചിട്ട് നമുക്ക് സബ്മിഷൻ നടത്തി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷന് വേണ്ടി വാദിക്കാം. ഈ മൊത്തം നടപടികൾക്കാണോ 2 ദിവസം നീടുന്നത്, അതോ എന്യൂമറേഷൻ മാത്രമാണോ 2 ദിവസത്തേക്ക്? എന്യൂമറേഷൻ 2 ദിവസം മൊത്തത്തിൽ 20 20 അതാണ്. ഓക്കെ.